ഞാൻ ദിവ്യ. വാർത്തകൾ വിശദമായി. ഇടത് സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചത് കേരളത്തിലെ ജനങ്ങളാണെന്നും അവർ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പൊതുജനാഭിപ്രായം തേടിയത്. ചെറുവണ്ണൂർ മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാതല യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട 500ഓളം പേരാണ് പങ്കെടുത്തത്. LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതാണെന്നും ആ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ജനങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ 9 വർഷം പൂർത്തിയാകുന്നു, 10ാം വർഷത്തേക്ക് കടക്കുന്നു. ഈ കാലയളവ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. 2016 മെയ്യിൽ എന്തായിരുന്നു അവസ്ഥ, പിന്നീട് ഓരോ മേഖലയിലും എങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങളുണ്ടായി, അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അങ്ങനെ കടന്നാൽ നിങ്ങൾക്ക് പറയാനുള്ള സമയത്തിന് ചുരുക്കം സംഭവിച്ചേക്കാം. പ്രധാനം നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. കേരള സർക്കാരിനുള്ള വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടും സർക്കാർ പ്രതിസന്ധിയിലാവാതെ മുന്നോട്ടു പോകുന്നത് തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗങ്ങളിലെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സാമുദായിക നേതാക്കൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MP മാർ, MLA മാർ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.